കോൺഗ്രസ് നിരീക്ഷകൻ കൂടിയായ മാധ്യമപ്രവർത്തകൻ ശ്രീ എൻ ശ്രീകുമാർ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ എൻ ശ്രീകുമാർ, സൈബർ യുഗത്തിൽ സോഷ്യൽ മീഡിയയിലല്ല കോൺഗ്രസ് പാർട്ടി ജീവിക്കുന്നത് എന്ന് പ്രതിപക്ഷ നേതാവിന് പറയേണ്ടി വരുന്നത് അതിനകത്തുള്ള നല്ല പ്രവണതകളെ മുഴുവൻ കണ്ണടച്ചിരിട്ടാക്കിയിട്ടില്ല, പക്ഷെ പറയാതെ മറ്റൊരു വഴിയില്ല എന്ന തരത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ആ പാർട്ടിക്കകത്ത് നിന്ന് തന്നെ ഉണ്ടാകുന്ന ചിലരുടെ നീക്കങ്ങളാണ്. കോൺഗ്രസിലെ മുതിർന്ന വനിതാ നേതാക്കന്മാർക്ക് എതിരെയെല്ലാം പള്ളിവിളി ഉണ്ടായതെല്ലാം ഇതിനകത്ത് തന്നെയുള്ള സൈബർ പടകളായിരുന്നു. ഇത് നിയന്ത്രിക്കാൻ വൈകിയതുകൊണ്ട് ഇനി അടയ്ക്ക മരമായിരുന്നപ്പോൾ ചെയ്തില്ല, അടയ്ക്കയായപ്പോൾ ചെയ്തില്ല, ഇനി മരമായാൽ ഇതെങ്ങനെ നിയന്ത്രിക്കുമെന്നുള്ളൊരു ബോധ്യം ഇപ്പോൾ പാർട്ടിക്കും മുന്നണിക്കും ഉണ്ടോ? എന്ത് ചെയ്യും? അല്ലല്ലേ, ഏതിനും ഒരു പരിധിയും പരിമിതിയും ഒക്കെ ഉണ്ട്. ആ പരിധിയും പരിമിതിയും പാലിക്കണം എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിന്റെ രത്ന ചുരുക്കം. അതിന് നിങ്ങളൊരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സാധാരണഗതിയിൽ ഇപ്പൊ KPCC ആണെങ്കിലും യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും KHU ഒക്കെ ആണെങ്കിലും പഴയ കാലത്തെ ആ ഒരു ശൈലിയിലേക്ക് അതേപോലെ പോകണമെന്ന് ആരും പറയില്ല. പക്ഷെ പുതിയ ശൈലി ഉൾക്കൊള്ളുമ്പോൾ പൂർണ്ണമായും പുതിയ ശൈലിയിലേക്ക് പോയാൽ അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കും. ഇപ്പൊ സോഷ്യൽ മീഡിയയിലല്ല പാർട്ടി ജീവിക്കുന്നത് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അടുത്തട്ടിലുള്ള ജനങ്ങൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയുമായിട്ട് അല്പം അകലം പാലിച്ച് നിൽക്കുന്നവരാണ്. മാരിൽ എത്ര ശതമാനം സോഷ്യൽ മീഡിയയിൽ അഭിരമിക്കുന്നു എന്ന് വെച്ചാൽ വളരെ കുറവായിരിക്കും. അപ്പൊ ആ രീതിയിലൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ആലോചിക്കേണ്ടത്. ഇപ്പൊ സോഷ്യൽ മീഡിയ തള്ളിപ്പറഞ്ഞു എന്നല്ല എൻ്റെ അർത്ഥം. സോഷ്യൽ മീഡിയ ഒരു വിഭാഗം യുവാക്കൾക്കിടയിലെ, ജനങ്ങൾക്കിടയിലെ, മുതിർന്നവർക്കിടയിലെ ഉണ്ടാക്കുന്ന സ്വാധീനം കാണാതിരിക്കരുത്. ഈ സോഷ്യൽ മീഡിയയെ കുറിച്ച് കോൺഗ്രസ് അന്വേഷിച്ചു തുടങ്ങിയത് തന്നെ ഒരു 10 വർഷം മുമ്പാണ്. എങ്ങനെയാണ് സോഷ്യൽ മീഡിയയുടെ ജനങ്ങൾക്കുള്ള പ്രതികരണം. അപ്പൊ ആ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ പ്രതികരണം മനസ്സിലാക്കിയ ശേഷമാണ് കോൺഗ്രസ് ആ രംഗത്തേക്ക് വന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതില് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഇതിൽ പ്രാദേശിക തലത്തിലാണ് പാർട്ടി പ്രവർത്തകരും നേതാക്കളും ഒക്കെ കൂടുതലുള്ളത്. അപ്പൊ അവർക്കിടയിലേക്ക് സോഷ്യൽ മീഡിയയിൽ എത്തുന്നതിനേക്കാൾ സന്ദേശം പ്രായോഗിക രാഷ്ട്രീയത്തിലൂടെ പ്രവർത്തന പഥത്തിലൂടെ എത്തിക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് സോഷ്യൽ മീഡിയ ഇതിനൊപ്പം പോയില്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇതിനൊരു ദുരന്തമായി മാറും. ഈ പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുന്ന സാധാരണ പ്രവർത്തകരുടെ ജനസമ്പർക്കത്തിന്റെ ഒരു ഭീഷണിയായി മാറും. കാരണം സോഷ്യൽ മീഡിയയിൽ അത് ഇതൊക്കെ വിളിച്ചു പറയാനുള്ള വേദിയായിട്ട് ചിലപ്പോൾ മാറാറുണ്ട്. ഇപ്പൊ കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അതൊരു കൂട്ടായ വളരെ മിടുക്കന്മാരുടെ ഒരു സംഘമാണ് നിയന്ത്രിച്ചിരുന്നത്. അതിൽ പല ഘട്ടങ്ങളിൽ എന്റെ തലപ്പത്ത് പലരും വന്നെങ്കിലും അവരൊന്നും കൃത്യമായിട്ട് എല്ലാം ഒന്നും അവർ അന്വേഷിക്കണമെന്നൊന്നുമില്ല. കാരണം ഒരു പത്രത്തിൽ വരുന്ന വാർത്തകൾ എല്ലാ ഉത്തരവാദിത്വവും എല്ലാ വാർത്തകളെല്ലാം മുഖ്യ പത്രാധിപരായ ഒരാൾ അറിയണമെന്നില്ല. പക്ഷെ ഉത്തരവാദിത്വം ആ പത്രാധിപർക്കാണ് എന്ന് പറഞ്ഞ പോലെയാണ് ഈ സോഷ്യൽ മീഡിയയുടെ കാര്യം. അപ്പൊ അതുകൊണ്ട് അതിൽ അഭിരമിക്കാതെ അത് ഉൾക്കൊണ്ടുകൊണ്ട് അതും പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമായി സ്വീകരിക്കണം. ഇത് CPM തിരിച്ചറിഞ്ഞു. CPM ഒരു 2-3 വർഷം മുമ്പ് തിരിച്ചറിഞ്ഞു. കാരണം അവരുടെ സോഷ്യൽ മീഡിയയിലെ ചില സൈബർ പോരാളികൾ അവർക്ക് തന്നെ വിനയായി മാറിയെന്നൊരു ഘട്ടം വന്നു. ആ ഘട്ടം വന്നപ്പോഴാണ് അവര് തള്ളിപ്പറയേണ്ടി വന്നില്ലേ. അപ്പൊ കോൺഗ്രസിൽ എന്തായാലും തള്ളിപ്പറയേണ്ടി വന്നിട്ടില്ല. കാരണം തള്ളിപ്പറയേണ്ട അവസ്ഥ ഉണ്ടായില്ല. പക്ഷേ ചില ആവേശം ശ്രീകുമാർ, തള്ളിപ്പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് എന്നുള്ളൊരു ചോദ്യം വരുന്നു. നമ്മൾ ഈ നടി ആക്രമിക്കപ്പെട്ട സമയത്തൊക്കെ കണ്ടതാണ്. ജനപ്രിയ നായകന് വേണ്ടി ഈ നടിക്ക് ഒപ്പം നിന്നവരെയൊക്കെ ആക്രമിച്ച് വീഴ്ത്തുന്ന സൈബർ പോരാട്ടങ്ങളൊക്കെ കണ്ടതാണ്. അന്ന് തൊട്ടേ ഈ പെയ്ഡ് പ്രൊമോഷനൊക്കെ മലയാളിക്ക് നല്ല പരിചയമുണ്ട്. പക്ഷേ ഇതല്ല. VD സതീശനെ ചീത്ത വിളിക്കുന്നത് UDF കേരള എന്ന പേജിൽ നിന്നാണ്. കോൺഗ്രസ് നേതാക്കന്മാരെ ചീത്ത വിളിക്കുന്നത്, ഷാനിമോൾ ഉസ്മാനെ ചീത്ത വിളിക്കുന്നത് ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ പേരിൽ നിന്നാണ്, കോൺഗ്രസ് കേരള എന്ന പേരിൽ നിന്നാണ്. അതായത് പാർട്ടിയുടെയും മുന്നണിയുടെയും ലേബലുള്ള പ്രൊഫൈലുകളിൽ നിന്ന് ഈ രീതിയിൽ ചെയ്യുമ്പോൾ ഇത് പുതിയ തലമുറയിലുള്ള സൈബർ ഇടത്തിലുള്ള അണികൾക്ക് ഒരു വല്ലാത്ത സന്ദേശം കൊടുക്കുന്നുണ്ട്. അത് തടയണമെങ്കിൽ പാർട്ടി തലത്തിൽ നടപടി ഉണ്ടായേ പറ്റൂ. തള്ളി പറഞ്ഞല്ലേ മതിയാകൂ. അല്ല, ഇതൊക്കെ ഏത് പ്രൊഫൈലാണെങ്കിൽ ഇതൊക്കെ ആരാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നൊന്നും നമുക്കറിയില്ലോ. കോൺഗ്രസ് കേരള ഒന്നുമില്ല, KPCC മാത്രമേ ഉള്ളൂ. അപ്പൊ അതൊക്കെ ഓരോരുത്തരും ഓരോ രീതിയിലൊക്കെ ഉണ്ട്. എന്തൊക്കെ നമ്മുടെ അതാണല്ലോ ഒരു പ്രശ്നം. ഈ AI യുഗത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. നമ്മൾ വിചാരിക്കാത്തൊക്കെ അല്ലേ പുറത്ത്. ഒന്ന് സൂക്ഷിച്ചു നോക്കിയാലല്ലേ ഒരു ചിത്രം AI ആണോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അത്തരം ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് KPCC ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഈ KPCC ഡിജിറ്റൽ മീഡിയ ഇല്ലാതെ ഒരു പാർട്ടിക്ക് മുന്നോട്ട് പോകാനാവില്ലെന്ന് തിരിച്ചറിവ് എല്ലാ പാർട്ടി നേതാക്കൾക്കും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് YouTube തുടങ്ങാൻ തീരുമാനിച്ചത്, അറിയാമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ആദ്യത്തെ പാർട്ടി എന്ന് എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ BJP ആയിരിക്കാം. അതിനുശേഷം കേരളത്തിലെ CPM നന്നായിട്ട് ആഘോഷിച്ചു. പക്ഷെ CPM വിനയായി മാറാൻ കാരണം അവർ അമിതമായിട്ട് അതിലെ മറ്റുള്ളവരെ ആക്ഷേപിക്കുന്ന ചിത്രങ്ങളും വാർത്തകളും ഒക്കെ പ്രസിദ്ധീകരിക്കുന്നവരെ പ്രോത്സാഹിപ്പിച്ചു വന്നു. അത് അവർക്ക് വിനയായി.
കോൺഗ്രസ് ആണെങ്കിൽ അത് ഞാൻ പറഞ്ഞല്ലോ 10 വർഷമായിട്ടുണ്ട് കോൺഗ്രസിൽ സജീവമായിട്ട്. അതിൽ കഴിഞ്ഞ 3-4 വർഷമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ ചില പാർട്ടിയിൽ നിന്നൊക്കെ പോയി. അപ്പോ അതിനുശേഷം ഈ സോഷ്യൽ മീഡിയയുടെ ചില ഘടനയിലൊക്കെ മാറ്റം വരുത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 3 മാസം മുമ്പ്, അത് പക്ഷെ പല പത്രങ്ങളും ഒന്നും അറിഞ്ഞിട്ടില്ല, ചാനലുകൾ അറിഞ്ഞിട്ടില്ല, 3 മാസം മുമ്പ് വി.ടി. ബൽറാം ഈ സ്ഥാനത്ത് നിന്ന് തന്നെ ഒഴിവാക്കിക്കൊണ്ട് പുനഃസംഘടിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് KPCCയുടെ പുതിയ പ്രസിഡന്റ് സണ്ണി ജോസഫിന് ഒരു വാക്കാലൊരു കാര്യം പറഞ്ഞിരുന്നു. അതിനുശേഷം അതിനെ നീണ്ടുപോയി. കാരണം സോഷ്യൽ മീഡിയയെ അല്ല പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കുന്ന ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാണ്. സോഷ്യൽ മീഡിയയെക്കാൾ വലുത് മണ്ഡലം പ്രസിഡന്റ് വീടുകളിൽ പോയിട്ട് കാര്യം പറയുന്നതാണ് എന്ന പഴയകാല ചിന്തയാണ് കോൺഗ്രസിന് ഇഷ്ടം. അത് മാറ്റാൻ പറ്റില്ല. ആ ചിന്ത ഇപ്പൊ സോഷ്യൽ മീഡിയ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഇട്ടിട്ട് ഒരു മീറ്റിംഗ് വിളിക്കാം. പക്ഷെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഇട്ടിട്ട് ഒരു വീട്ടുകാരുടെ വോട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്താൽ ഇയാൾക്ക് വാട്സപ്പിലെ വിളിക്കാൻ നേരമുള്ള, നേരിട്ട് വരട്ടെ എന്ന് ചോദിക്കുന്ന കാലമാണ്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനം എന്ന് വെച്ചാൽ ഒരു 60% ജനസമ്പർക്കവും ഒരു 40% സോഷ്യൽ മീഡിയയും മറ്റുള്ള പാർട്ടി പ്രസിദ്ധീകരണങ്ങൾ. ഇതാണ് കോൺഗ്രസിന്റെ ഒരു പഴയകാലത്ത് ഈ 10 വർഷമായിട്ടുള്ള നയം. പഴയകാലത്ത് അങ്ങനെയായിരുന്നില്ല. അപ്പൊ അതിൽ ചില കാര്യങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ എങ്ങനെയായിരിക്കണം അടിസ്ഥാനപരമായി, ഒരു കോൺഗ്രസ്സുകാരൻ എങ്ങനെയായിരിക്കണം അടിസ്ഥാനപരമായി, ഖാദി എന്തുകൊണ്ട് കോൺഗ്രസ്സുകാരൻ ധരിക്കണം, കോൺഗ്രസിന്റെ പ്രസിദ്ധീകരണങ്ങളുടെ സ്ഥിരം വരിക്കാരനാവണം. ഇതൊക്കെ പാർട്ടി ഭരണഘടനയിലുള്ളതാണ്. ഇതൊന്നും ഇന്നലെ ഉണ്ടായതല്ല. കോൺഗ്രസിന്റെ ഭരണഘടന വായിച്ചു കഴിഞ്ഞാൽ ആദ്യം ഒരു കോൺഗ്രസ്സുകാരൻ ചെയ്യേണ്ടത് ഖാദി ധരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത് അയാൾ ചെയ്യേണ്ടത് അയാളുടെ പാർട്ടി എന്തെങ്കിലും പ്രസിദ്ധീകരണങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അതിന്റെ വരിക്കാരനാവുക എന്നുള്ളതാണ്. ഇതൊക്കെ ഇവിടെ കേരളത്തിൽ നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന്റെ മുഖപത്രത്തിൽ നമ്പർ 1 ആവില്ലേ? അപ്പൊ ഇതെല്ലാം ഇങ്ങനെ എല്ലാ വിഷയങ്ങളും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എല്ലാം ഒറ്റയടിക്ക് പരിഹരിക്കാൻ പറ്റില്ല. പക്ഷെ ഓരോ ഘട്ടത്തിൽ ഓരോ സന്ദർഭത്തിൽ അനുഭവം ഉണ്ടാകുമ്പോൾ പാഠം പഠിക്കും. അങ്ങനെ പാഠം പഠിക്കുമ്പോഴാണ് നല്ല പുതിയ ഒരു സിസ്റ്റം വരുന്നത്. ആ പുതിയ സിസ്റ്റത്തിൽ ഈ പാർട്ടിക്ക് കൂടുതൽ ഗുണകരമായ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയും. അതായിരിക്കും ഈ പറയുന്ന നേതാക്കളെല്ലാം ഉദ്ദേശിച്ചത്. നന്ദി. ശ്രീ എൻ ശ്രീകുമാർ പ്രതികരിച്ചത്. അജി മുണ്ടിയാട്ട്, രാഷ്ട്രീയ നിരീക്ഷകനും ഇൻഫ്ലുവൻസർ കൂടിയ അജി കൂടി നമുക്ക് ചേർന്നു. അജി, സ്വാഭാവികമായിട്ട് നന്നായി പോയി എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം രാഷ്ട്രീയ പാർട്ടികളുടെ സൈബർ അണികളെ ഉപയോഗിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകരടക്കമുള്ളവർക്കെതിരെ സൈബർ ആക്രമണമൊക്കെ നടത്തുന്നത് ഒരു സ്ഥിരം ശീലവും. എവിടെ നിന്നാണ് ഈ സൈബർ ആക്രമണം എന്ന് വരുമ്പോൾ പാർട്ടിക്കും അറിയില്ല, നേതാക്കന്മാർക്കും അറിയില്ല, ഈ പ്രൊഫൈൽ ഏതാണ് എന്നറിയില്ല. ആദ്യം ഓപ്പോസിറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെക്കെതിരെ ആക്രമണം നടത്തുക, പിന്നീട് വാർത്തകൾ നടത്തുന്ന മാധ്യമപ്രവർത്തകരെക്കെതിരെ ആക്രമണം നടത്തുക. ഇതൊക്കെ ശീലമായി. ഭസ്മാസുരന് വരം കൊടുത്ത പോലെ ഇത് സ്വയം തലയ്ക്ക് മുകളിലെത്തുമ്പോൾ സോഷ്യൽ മീഡിയയിലല്ല ഈ പാർട്ടി ഉള്ളത് എന്നൊക്കെ പറഞ്ഞാൽ മതി. പക്ഷെ അത് സൈബർ ഇടത്തുള്ളവർ കൂടി മനസ്സിലാകണ്ടേ? എങ്ങനെ ഈ പ്രശ്നമൊക്കെ കോൺഗ്രസ് പാർട്ടി പരിഹരിക്കും? ഇതെങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും? പ്രത്യേകിച്ച് കേരളത്തിലെ സൈബർ പോലീസിന്റെ അധികാരപരിധിക്ക് അപ്പുറത്തേക്കുള്ള കാര്യങ്ങളാകുമ്പോൾ. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം. ഓക്കെ. ഈ ഒന്നാമത്തെ കാര്യം, ഈ സൈബർ അറ്റാക്ക് എന്ന് പറയുന്ന സംഭവം ആർക്കെതിരെ ആയാലും ന്യായീകരിക്കാവുന്നതല്ല. പിന്നെ ഇവിടെ പെയ്ഡ് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് വ്യക്തമായിട്ട് അറിയില്ലെങ്കിലും ഇവിടെ മാനിപ്പുലേഷൻ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ കൃത്യമായ മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അത് അടിത്തട്ട് മുതൽ തന്നെ. അപ്പോ ഇങ്ങനെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ രാഹുലിന്റെ ഭാഗത്താണ് ന്യായം എന്ന് ചിന്തിച്ചിരിക്കുന്ന, അതിൽ വിശ്വസിച്ച് നാട്ടുകാരെ മൊത്തം സൈബർ അറ്റാക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇരകളെ സൈബർ അറ്റാക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ രാഹുലിനെതിരെ സംസാരിക്കുന്നവരെ സൈബർ അറ്റാക്ക് ചെയ്യുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് വി.ഡി. സതീശൻ. UDFന്റെ ചെയർമാനാണ്. അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താ? UDFനെ ഭരണത്തിൽ കൊണ്ടുവരിക എന്നുള്ളത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മറ്റൊരു ലക്ഷ്യം എന്താ? ഒരുപക്ഷെ അദ്ദേഹത്തിന് പേഴ്സണലായിട്ടൊരു ലക്ഷ്യം കാണും, മുഖ്യമന്ത്രിയാകുക എന്നുള്ളത്. അങ്ങനെയുള്ള സാധ്യതയുള്ള ഒരാള് ഇത്തരത്തിൽ ഇത്ര സ്ട്രോങ്